വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇന്ന് കിട്ടിയിരിക്കുന്ന പണി മുഴുവൻ റിപ്പയറാണ്. അല്ല റിപ്പയർ തന്നെ അല്ല, തുണികളും ഉണ്ട്. വേണ്ട ചുരിദാർ പീസാണ്. ബ്ലൗസിന് തുണികളും ഉണ്ട്. ഇന്ന് കിട്ടിയതാ. അപ്പം ഇന്ന് നാളെ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഒരൊറ്റ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത്രയും സാധനം. ഇനി അതിൽ എവിടെ നിന്നെല്ലാം കൊണ്ടുവരുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ അവരുടെയും ചെയ്ത് കൊടുക്കണം. കാരണം ഒരു കൂട്ടർ തന്നെയല്ലല്ലോ നമ്മുടെ കസ്റ്റമർ. അപ്പം ഞാനിത് കുറേശ്ശെയായിട്ട് ചെയ്ത് കൊടുക്കട്ടെ. ആദ്യമെല്ലാം നമുക്ക് ഈ അടിപ്പാവാടകൾക്ക് ഇറക്കം കുറയ്ക്കാനാണ്. അതെല്ലാം ആദ്യം തന്നെ ചെയ്യാം. പിന്നെ സാരിയുടെ എല്ലാം ബക്കടിക്കാം. അപ്പോൾ ഈ അടിപ്പാവാടയുടെ പണികളെല്ലാം പൂർത്തിയായി. ഇത് 8 എണ്ണം ഉണ്ടായിരുന്നു. ഈ 8 എണ്ണത്തിൻ്റെ പണി പൂർത്തിയായി. ഇനി നമുക്ക് അടുത്ത ഞാൻ എടുത്തിരിക്കുന്ന നൈറ്റികളാണ്. ഈ നൈറ്റികളെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ ഷോൾഡർ തേണ്ട് ഒരുപാട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇത് ഇത്ര ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്കിത് അഴിച്ചിട്ട് ഒരു 4 ഇഞ്ച് മതി. അത്ര 4 ഇഞ്ചാക്കി കട്ട് ചെയ്യണം. ഇത് കൈകളെല്ലാം ഇനി അഴിച്ചു മാറ്റണം. പിന്നെ ഇതിൻ്റെ കഴുത്ത് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ഈ കൈ അഴിച്ച് മാറ്റിയിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഈ കഴുത്തൂടെ അങ്ങ് കൂട്ടി കട്ട് ചെയ്യാം. ഈ കഴുത്തും ഇത്രയും അങ്ങ് കളയാം. അപ്പോൾ ഇത് റെഡി ആയിക്കോളും. ഇതിൻ്റെ പിന്നെ ഇറക്കം കുറയ്ക്കണം. അപ്പം നമുക്ക് ഈ നൈറ്റിയുടെ പണികൾ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഈ നൈറ്റികളുടെ പണിയെല്ലാം പൂർത്തിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോപ്പുകളാണ്. ടോപ്പുകളെന്ന് പറഞ്ഞാൽ ഇത് ഷാൽ ഓപ്പൺ ആക്കി കൊടുക്കാനുള്ളതാണ്. കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഷാൽ ഓപ്പൺ ആക്കി കൊടുക്കണം. നമുക്ക് സിബ് പിടിപ്പിക്കണം ഇതല്ലേ. അപ്പം ഇതെല്ലാം പണികളെല്ലാം നമുക്ക് ചെയ്തുകൊണ്ട് വരാം. ഇത് കൈയുടെ വണ്ണമൊക്കെ കുറയ്ക്കണം, ഇറക്കം കുറയ്ക്കണം, അങ്ങനെ ഒത്തിരി പണിയുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ട് വരാം. ഇതിൻ്റെ പാൻറ്റിന് ഇറക്കം കൂടുതൽ, അത് ചെയ്യണം. അപ്പോൾ ഇനി ഇതുകൂടെ ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതുമെല്ലാം റെഡിയാക്കി എടുത്തേ. ഇതെല്ലാം ചുരിദാറുകളാണ്. അപ്പോൾ ഇനി നമുക്ക് ചുരിദാർ കട്ട് ചെയ്യാനുണ്ട്. നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് ചുരിദാർ പീസ്, ഇത് ടോപ്പ്, ഇത് പാൻറ്റ്, ഇത് ലൈനിങ്. ഇത് കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് ആ ബ്ലൗസ് വെട്ടാവേ. അപ്പോൾ ഇത്രയും ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. പല പ്രാവശ്യം ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിരിക്കുന്ന കാരണം ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഇടുന്നില്ല. അപ്പോൾ തന്നെ ഈ തുണികളെല്ലാം ഞാൻ തയ്ച്ച് കഴിഞ്ഞ് ടോപ്പ് തയ്ച്ചു, പാൻറ്റ് തയ്ച്ചു, ബ്ലൗസും തയ്ച്ചു. അപ്പോൾ അവരുടെ പണികളെല്ലാം ഞാൻ പൂർത്തിയാക്കി വെച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.